പുത്രപിതൃവധം കൃതാപിത പുത്രവധം തഥാ നിരുദ്വേഗ ബൃഹദ്വാദി എന്ന്. അതായത് എന്നാൽ അതിന്റെ പേരിൽ രണ്ടാൾക്കും ദുഃഖം അനുഭവം ഉണ്ടാവില്ല. ദുഃഖം നടിക്കും. ബാപ്പ മരിച്ചെന്ന് പുത്രൻ, പക്ഷെ ഓൻ എന്തുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. തിരിച്ചു മകൻ മരിച്ചെന്ന് ബാപ്പ ദുഃഖം നടിക്കും. ബാപ്പാക്കോടെ എന്തുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. കാരണം ബാപ്പാക്ക് സുഖത്തിന്റെ കാലഘട്ടം അറിയാൻ പോവുകയാണ്. ഇങ്ങനെ ഇതൊക്കെ രോഗാവസാനം വരും. ഇതൊക്കെ ഏത് ഇത് എവിടുന്ന വായിച്ചെന്നറിയോ? മഹാഭാരത വനപർവ്വത്തിൽ നിന്നാണ് വായിച്ചത്. 188 അധ്യായം ശ്ലോകം 28. പുത്രാഹച മാതാപിതരോ ഹനിഷ്യന്തി യുഗാക്ഷയേ സുദായിഷ്യന്തി ചം പദീം സ്ത്രീയാ പുത്രാൻ അപശ്രിത. അവസാന ഭാഗത്ത് നേരത്തെ പറഞ്ഞ ആദ്യ ഭാഗം. അവസാന ഭാഗത്ത് പറയുന്നത് ച പദീം സ്ത്രീയാ പുത്രാൻ അപശ്രിത. ലോകാവസാനമാകുമ്പോൾ മക്കളും അമ്മമാരും ഒറ്റക്കെട്ടാവും. ആര് പുറത്താവും? ബാപ്പ പുറത്താവും, അച്ഛൻ പുറത്താവും. അച്ഛന് വീട് ശല്യവും. ലോകാവസാനം എടുക്കുമ്പോൾ അച്ഛന് ബാപ്പാക്ക് വീട് ശല്യവും, ഒറ്റക്കെട്ടാവും. ആരും അമ്മയും മക്കളും ഒന്നാവും. ഇത് വലിയ ഒരു ലോകത്താണ് നടക്കുന്നത്. ഹൈന്ദവ മുസ്ലിം സമൂഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, മുസ്ലിം സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അമ്മയും മക്കളും ഒന്നാകുക. പിന്നെ ബാപ്പാക്ക് അവിടെ എന്തില്ല, വലിയ ബാപ്പാക്ക് അവിടെ ഇല്ല. അങ്ങനെയാകുക. ഈ ലോകാവസാനം വരുമ്പോൾ അങ്ങനെ വരും എന്ന് മഹാഭാരതം വനപർവ 188 അധ്യായം ശ്ലോകം 78.